അങ്കിള് നല്ലതുപോലെ കഴിക്കുന്നുണ്ടല്ലോ. ഇന്നെന്തായാലും മദ്യം കൂടുതൽ കഴിക്കേണ്ടി വരും. അനുവിനെ കുറിച്ച് താൻ കണ്ട സ്വപ്നം നടക്കില്ലല്ലോ. ഉറുമളെ, നമ്മളും അവളും ഒരിടത്തും രണ്ടിടത്തുമായിട്ട് താമസിക്കുന്നത് മോശമാണെന്ന് തോന്നിയതുകൊണ്ടാ അവളെ വിളിച്ചോണ്ട് വരാൻ നിന്നെ പറഞ്ഞയച്ചത്. നന്ദൻ പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പോയത്. അവളെ ഇവിടെ കൊണ്ടുവന്ന് നമുക്കൊപ്പം താമസിപ്പിക്കണമെന്ന് നന്ദനല്ലേ ആഗ്രഹം. നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. അല്ലാതെ തന്റെ ആത്മസന്തോഷത്തിന് വേണ്ടിയല്ലല്ലേ. താൻ ഇത്രയും വൃത്തികെട്ടവനായി പോയല്ലോ. ഈ വൃത്തികെട്ടവനെ ചുമക്കാൻ നിങ്ങൾക്ക് നാണില്ലേ? അപ്പൊ അനു വരില്ല എന്ന് തീരുമാനിച്ചു. അവള് വരില്ല. ഞാൻ ചെന്ന് അനുവിനെ വിളിക്കണോ? ഞാൻ വിളിച്ചാ വരുമെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കാം. ഊർമിളെ, അവള് നമ്മുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യ്, നീ ഒന്നുകൂടെ ചെന്ന് അനുവിനെ വിളിക്ക്. വീണ്ടും ചെന്ന് വിളിക്കുമ്പോ അവള് വരും. എനിക്ക് വയ്യ ആ പിള്ളേരുടെ മുന്നിൽ ചെന്ന് നാണം കെടാൻ. ഞാനില്ല. അപ്പൊ താനാണല്ലേ ഇവർക്കിടയിൽ കിടന്ന് കുളം കലക്കുന്നത്. നന്ദൻ, ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല. മടങ്ങിപ്പോവാനോ? നമുക്ക് തിരിച്ചു പോവാം. അനു എന്തായാലും കർണാടകയിലൊന്നും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെയുണ്ട്. നമുക്ക് അനുവിനെയും കൊണ്ട് നാട്ടിലേക്ക് പോവാം. ഇവർ അനുവിനെ കൊണ്ടുപോകാൻ പദ്ധതി ഇടുകയാണല്ലോ. അനു പോയാ ഫ്രണ്ട്സ് ഇവിടെ താമസിക്കില്ല, അവരും പോവും. ഊർമിളെ, ഉടനെ പോണോ? നമ്മൾ ഉടനെ പോയാൽ അനുവിന്റെ ഫ്രണ്ട്സ് തെറ്റിദ്ധരി. 2 ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞ് മടങ്ങാം. ഈ അവസ്ഥയിൽ ഇവിടെ തുടരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാനിപ്പോ വരാം. ഊർമിളയുമായി ഉടനെ തിരികെ പോയാൽ എല്ലാ പ്ലാനും തെറ്റുമല്ലോ. അത് പാടില്ല. തീരുമാനിച്ച കാര്യം നടത്തിയിട്ടേ ഈ കാറ്റാടി മല വിട്ട് പുറത്തു പോകാവൂ. സർ, എന്തു പറ്റി സർ? ബ്രിട്ടോ, എത്രയും പെട്ടെന്ന് താൻ ഇവിടെ എത്തണം. എടോ, ഊർമിള തീരുമാനം മാറ്റിയിരിക്കുക. അനുവിനെയും കൊണ്ട് നാട്ടിലേക്ക് പോകാനായി ഇപ്പൊ തീരുമാനം. നമ്മുടെ പ്ലാന് നാട്ടിൽ നടപ്പാക്കാം സർ. ഏയ്, അത് നാട്ടിൽ നടപ്പാക്കിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയാവുമ്പോ ആർക്കും സംശയം തോന്നില്ല. ഇവിടെയാണ് സാഹചര്യങ്ങൾ അനുകൂലം. താൻ വേഗം ഇവിടേക്ക് പുറപ്പെട്ടോ. ഞാൻ കാറ്റാടി മലയിലേക്കാണ് സർ. ഓൺ ദ വേയില. ഉടനെ അവിടെ എത്താം. ഓക്കെ സർ. അനുവിനെ ഇവിടെ വെച്ച് തന്നെ തീർത്തില്ലെങ്കിൽ ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല. അത് ശരി, അനുവിന്റെ അന്ത്യം കാത്തിരിക്കുകയാണോ? ആ കാത്തിരിപ്പ് ഞാൻ അവസാനിപ്പിച്ചു തരാം. ആരാത്? ആരാത്? എന്റെ വാക്കിംഗ് സ്റ്റിക്ക് ഇവിടെ വെച്ചിരുന്നാണല്ലോ. എവിടെ പോയി? അല്ല, അതെവിടെ പോയി? താൻ തപ്പിത്തടയണ്ട, അതിവിടെ തന്നെ ഉണ്ട്. അല്ല, അതെവിടെ പോയി? ഇതെന്ത്? ആരാ എന്റെ സ്റ്റിക്ക് എടുത്തത്? ആരാ ഇവിടെ? ഉറുമിളെ,
താൻ എന്റെ അനുവിനെ ഇല്ലാതാക്കാൻ പദ്ധതി ഇടുകയാണല്ലേ? അതിന് ശ്രമിച്ച ഈ കാറ്റാടി മലയിൽ താൻ ഇല്ലാതാവും. മനസ്സിലായോടോ? ആരാത്? അയ്യോ! എന്റെ കൂട്ടുകാര് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തന്നെ കൊല്ലുന്നില്ല. ഊർമിളെ ഓടി വാ. ഊർമിളെ, ഊർമിളെ, അയ്യോ ഊർമിളെ. നന്ദൻ, നന്ദൻ എന്തു പറ്റി? അയ്യോ. പതുക്കെ അയ്യോ. എഴുന്നേൽക്ക്. അയ്യോ ഊർമിളെ, ഇവിടെ ആരോ വന്നു. വേറെ ആരോ വന്നു. ആര് വന്നു? ആരാന്നറിയില്ല. ആരോ ഒരുത്ത ഇവിടെ വന്നു. അവനെ എന്നെ തള്ളിയിട്ടത്. ആ നന്ദൻ ഇന്ന് കുടിച്ച സാധനത്തിന്റെ അളവൽപ്പം കൂടിപ്പോയി. നോ നോ നോ, ഞാൻ കണ്ടതാ. ഒരുത്തൻ ഇവിടെ വന്നു, അവൻ എന്നെ ആക്രമിച്ചു. അവനാരാ? നന്ദ, ഇവിടെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരുമില്ല. ആരും വന്നിട്ടുമില്ല. ഓവറായിട്ട് കുടിച്ചിട്ട് പിച്ചും പേയും പറയാതെ വാ, വന്ന് കിടക്ക. അല്ല, ഇവിടെ ആരോ വന്നു. ആ. വന്നു. അയ്യോ. വാ. അയ്യോ. അനു, ബാക്കിയുള്ളവരൊക്കെ എന്തേ? അതെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അനുവിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടാ വരുന്നത്. എന്റെ എന്ത് കാര്യം? അനുവിന്റെ അമ്മ അനുവിനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ട്. നീ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞതുകൊണ്ടാണല്ലോ നിങ്ങളെ ഇത് അറിയിച്ചത്. ഇവളുടെ അമ്മയ്ക്ക് ഏത് നേരം ഇവളെ പിടിച്ചോണ്ട് പോയാണോ പണി? ഇവളിവിടെ നിന്ന് അമ്മയ്ക്കൊപ്പം നാട്ടിലേക്ക് പോയാ ഇവളുടെ അങ്കിൾ ഇവളെ ഇല്ലാതാക്കും. ആ ചെന്നായിയുടെ മുഖം നിന്റെ അമ്മയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് എന്താ? അമ്മ അത്രയ്ക്ക് അയാളെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ അതിന് വേറെ മീനിങ് കാണും. ഇവിടെ വെച്ച് ഇവളുടെ അമ്മയെ കണ്ടുമുട്ടിയതാ പ്രശ്നമായത്. ഇവിടെ തന്നെ വന്നെത്തിയല്ലോ അവരും.